എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വിഭാഗം വിശ്വാസികളുടെ പ്രതിഷേധം. പള്ളികളിലെ അഡ്മിനിസ്ട്രേറ്റർ നിയമനത്തിനെതിരെയാണ് പ്രതിഷേധിക്കുന്നത്. പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയുടെ ഗേറ്റുകൾ അകത്തുനിന്നും പൂട്ടി. സഭാ നേതൃത്വം നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർമാർക്ക് പള്ളിയിൽ കയറ്റില്ലെന്ന നിലപാടിലാണ് വിശ്വാസികൾ. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എന്താണ് അവിടെ സംഭവിക്കുന്നത്? സജിത്ത്, ഒരു ഇടവേളയ്ക്ക് ശേഷം സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇത്തരം ഒരു പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണ്. കുർബാന ഏകീകരണ വിഷയങ്ങളാണ് ഇതിൻ്റെ ഒരു മൂല കാരണം തന്നെ. അതിൽ പിന്നീട് പല ചർച്ചകളും കാര്യങ്ങളും എല്ലാം തന്നെ നടന്നു. ഇത് കൃത്യമായി നടപ്പാക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ. ഒപ്പം തന്നെയും വൈദികരടക്കമുള്ള അവർ കൃത്യമായി ഇവിടെ സഭാവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുത്, സംഘടനകളെ നിയന്ത്രിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കുലറായിട്ട് തന്നെ ഇറങ്ങുകയും ചെയ്തു. ഇപ്പോഴുള്ളൊരു കാര്യം, 4 പള്ളികളിൽ എറണാകുളം സെൻറ് മേരീസ് ബസിലിക്ക ഉൾപ്പെടെ 4 ഇടങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് പള്ളി വികാരിക്കും മുകളിലായി മറ്റൊരു സ്ഥാനം വന്നിരിക്കുന്നു. അപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ്. കാരണം ഈ പള്ളികളിലെല്ലാം തന്നെയും വിമത വിഭാഗത്തോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്ന വൈദികരാണ് വികാരിമാരായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മുകളിലേക്ക് സഭയിൽ നിന്ന് നേരിട്ട് അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിക്കുന്നു എന്നതാണ്. 4 ഇടങ്ങളിൽ ഇതുപോലെ തന്നെ നിയമനം നടന്നിരിക്കുന്നു. നമ്മളുള്ളത് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിക്ക് മുന്നിലാണ്. ഇവിടെ ഫാദർ തോമസ് വാളൂക്കാരനാണ് പള്ളി വികാരിയുള്ളത്. അദ്ദേഹത്തിന് മുകളിലായിട്ടാണ് സക്രിയാസ് പറന്നിലം എന്ന് പറയുന്ന വൈദികനെ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിച്ചിരിക്കുകയും ചെയ്തത്. അതിനെതിരെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വിശ്വാസികളുടെ പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. വിശ്വാസി സ്ത്രീകളടക്കമുള്ളവർ ഇവിടെ അണിനിരന്നിരിക്കുന്നു. അവർ പറയുന്നത് ഇങ്ങനെ ഒരു നിയമനത്തെ അംഗീകരിക്കാനായിട്ട് തങ്ങൾക്ക് കഴിയുകയില്ല എന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് ചുമതല ഏൽക്കാനിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്ററെ തങ്ങൾ ഇതിനകത്തേക്ക് പള്ളിക്കകത്തേക്ക് കയറ്റില്ല എന്നൊരു നിലപാടിലാണ് അവർ എത്തി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്നത്? ഞങ്ങൾക്ക് ഇവിടെ എല്ലാ അധികാര അവകാശങ്ങളുമുള്ള 6 മാസത്തിൽ താഴെ മാത്രം ഇവിടെ സ്ഥലം മാറി വന്നിട്ടുള്ള ഒരു വികാരിയച്ഛൻ നിലവിലിരിക്കെ അദ്ദേഹത്തിന്റെ മുകളിൽ അദ്ദേഹത്തെ ഫ്രീസ് ചെയ്തുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററെ രൂപതയിൽ നിന്ന് നിയമിച്ചിരിക്കുന്നതാണ്. അത് ഞങ്ങളുടെ എല്ലാ അവകാശങ്ങളും നിയമാനുസൃതമല്ലാത്ത മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ട് കുരിയയുടെ നിയമം ലംഘിച്ചുകൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ അഡ്മിനിസ്ട്രേറ്ററെ ഈ പള്ളിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല, ഇവിടെ കയറാൻ അനുവദിക്കില്ല. അത് ഈ ഇടവകയുടെ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ്. ഞങ്ങൾക്ക് ആവശ്യത്തിന് ഇവിടെ ഒരു വികാരിയച്ഛനുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ ആത്മീയ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. അത് ഈ പുതിയ നിയമനത്തിനെതിരെ ഞങ്ങൾ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് നാളെ എടുക്കാനിരിക്കെയാണ് ഇന്ന് ധൃതിപ്പെട്ട് അവർ അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഭരണം ഏൽപ്പിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നത്. അതിനെതിരെ ഇടവകയുടെ ശക്തമായ പ്രതിഷേധം. നിയമനം വരാൻ പാടില്ലാത്തതാണ്. കാരണം കുരിയയുടെ നിയമം അനുസരിച്ചിട്ട് അങ്ങനെ നിയമനം നടത്താൻ പാടില്ലാത്തതാണ്. അത് ഈ സിനഡിലെ ലോബിയുടെ അവരും ഇവിടെയുള്ള ആത്മായ മുന്നേറ്റത്തിന്റെ ആൾക്കാരെ തകർക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ ജനാഭിമുഖ കുർബാനയെ തകർക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് ആകെ 5-8 അച്ഛന്മാരേ ഉള്ളൂ. ഒരു പള്ളിയുടെ ചുമതല തന്നെ 2-3 അച്ഛന്മാർക്ക് നൽകി. ഇവിടെ വരാൻ പോകുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടുള്ള ഒരു വൈദികനാണ് ഇവിടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വെച്ചിരിക്കുന്നത്. ഏകപക്ഷീയമായിട്ടുള്ള നിയമനമാണോ? ഏകപക്ഷീയമായിട്ടുള്ള നിർമ്മാണം. ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരുടെയും ഞങ്ങളുടെ എതിർപ്പ് ഞങ്ങൾ അരവണയിൽ അറിയിച്ചിട്ടുണ്ട്. ഏകീകരണം ഞങ്ങൾ അവര് കോടതി പറഞ്ഞതനുസരിച്ച് ഏകീകരണ രീതിയിലുള്ള ഒരു കുർബാന എല്ലാ കടവള ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും ഈ പള്ളിയിൽ ചെല്ലുന്നുണ്ട്. അതിന് ശേഷമാണ് ഇപ്പൊ അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് കോടതിയിലേക്ക് ഇതിനെതിരെയുള്ള കേസ് നടക്കുന്നുണ്ട്. അവിടെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിപ്പോൾ തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, വിചാരണ തീരുന്നതുവരെ നിലവിലുള്ള സ്ഥിതി തുടരണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഭയുടെ തീരുമാനങ്ങളെ ലംഘിക്കലല്ലേ ഇത്? സഭയുടെ തീരുമാനങ്ങളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ, കുര്യ എന്ന് പറഞ്ഞ ആൾക്കാരെ നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇത്ര നിയമനങ്ങൾ നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്ര അനീതികൾക്കെതിരെ പ്രതികരിക്കുവാനുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾ ചെയ്യും. ഇല്ല കൊടുത്താലും ഞങ്ങൾ കേട്ടില്ല. 400 അച്ഛന്മാരുടെ പിന്തുണ ഞങ്ങൾ കേട്ടില്ല. ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ ശവത്തെ ചവിട്ടി വേണം ഇതിനകത്ത് കയറാൻ. ഞങ്ങൾക്ക് ആവശ്യമില്ല അങ്ങനെ അഡ്മിനിസ്ട്രേറ്ററെ. എറണാകുളത്ത് അതിരൂപതയിൽ ഏകദേശം 5.5 ലക്ഷത്തോളം വിശ്വാസികളുണ്ട്. അവരുടെ സ്വപ്നവും സാക്ഷാത്കാരമാണ് ജനാഭിമുഖ കുർബാന. അത് തച്ചുടയ്ക്കാൻ വേണ്ടിയാണ് വ്യത്യസ്ത അതിരൂപതയിൽ നിന്ന് വന്നിരിക്കുന്നത്. യാതൊരു കാരണവശാലും അഡ്മിനിസ്ട്രേറ്ററെ ഈ പടികൾ ചവിട്ടാൻ ഞങ്ങളെ സജിത്ത, ഇത് തന്നെയാണ് ഒരു ഉറച്ച നിലപാടും തീരുമാനവും എല്ലാം തന്നെയാണ്. അഡ്മിനിസ്ട്രേറ്ററെ
ഇതിനകത്തേക്ക് കയറ്റില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. എന്തു വന്നാലും ആ ഒരു തീരുമാനത്തിൽ നിന്ന് തങ്ങൾ പിന്മാറില്ല എന്ന് പറയുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് നിലവിൽ ഇപ്പോൾ ഇവിടെ പോലീസ് അടക്കം എത്തിയിട്ടുണ്ട്. പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് സ്ഥിതിഗതികൾ എന്താണെന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടി. ഏതായാലും വിശ്വാസികൾ ഇതിനകത്ത് തമ്പടിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും അഡ്മിനിസ്ട്രേറ്ററെ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് വിശ്വാസികൾ ഒരുപാട് പേര് ആ പള്ളിക്കകത്ത് കൂടിയിരിക്കുന്നത്. ഗേറ്റ് അടക്കം അവർ അകത്ത് നിന്ന് താഴിട്ട് പൂട്ടിയിട്ടുണ്ട്. ഇവിടേക്ക് ഇനി അഡ്മിനിസ്ട്രേറ്റർ എത്താനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഈ ഒരു സംഘർഷ സാഹചര്യത്തിൽ. സജിത, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും അവിടെ കൊച്ചി അങ്കമാലി അതിരൂപതയിൽ വലിയ സംഘർഷ സാധ്യതയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ഏകീകൃത കുർബാന വിഷയത്തിലുണ്ടാകുന്ന സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചതിനെതിരെയാണ് ഒരു വിഭാഗം വിശ്വാസികൾ രംഗത്ത് വന്നിരിക്കുന്നത്. പാലാരിവട്ടം പള്ളിയിൽ ഗേറ്റ് ഉള്ളിൽ നിന്ന് പൂട്ടി അകത്തു നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള വിശ്വാസികൾ നടത്തുന്നത്. അഡ്മിനിസ്ട്രേറ്ററെ അംഗീകരിക്കാനാവില്ല, വികാരി അച്ഛൻ അവിടെയുണ്ട്, വികാരി തന്നെ മതി എന്ന നിലപാടിലാണ് വിശ്വാസികൾ നിലപാടെടുത്തത്.